ഓമനയുടെ മരണം നടന്ന ദിവസം രാത്രി എത്ര മണിക്കാണ് താൻ അവസരപ്പച്ചുമായി വീട്ടിലെത്തിയത്? 10 മണി കഴിഞ്ഞാണ്. അതെങ്ങനെ മനസ്സിലായി? എന്റെ ഈ വാച്ചുണ്ടായിരുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല ധാരാളം. അട്ടേനെ പിടിച്ച് മെത്തേക്കടത്തേക്ക് കിടക്കൂ. അത്തനെ പിടിച്ച് മെത്തേക്കത്തിന് ഒരു കാര്യമില്ല. അതിന് കുട്ടിക്കാരുടെ രക്തം കൊടുക്കും. എടാ വലിയ വലിയ മഹാന്മാരുണ്ടല്ലോ, അവരവരെ വീട്ടിൽ വിളക്കെത്തിക്കാൻ വകയില്ലാന്നിട്ട് വഴിവിളക്കിന്റെ വെട്ടത്തിരുന്ന് പഠിച്ചാണ് അവർ വലിയ വലിയ മഹാന്മാരായത്. അറിയോ? ഇവരെന്താ പകൽ പിടിക്കാതിരുന്നത്? ഓമനയുടെ മരണം കൊലപാതകമാണെന്നുള്ളതിന് എല്ലാ തെളിവുകളും ഞങ്ങളുടെ പക്കലുണ്ട്. എല്ലാ തെളിവുകളും സാറിന്റെ പക്കലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ സാറേ എന്നോട് തന്നെ ചോദിക്കുന്നത്? എല്ലാ സാറ് തന്നെ തീരുമാനിച്ചാ പോരെ. ഈ രേഖ എന്തിനുള്ളതാണെന്ന് അറിയാമോടാ? അപ്പോ നീ സത്യം പറയില്ല? ഞാനെന്തിനാ സാറേ നുണ പറയുന്നത്? സ്വന്തം അച്ഛനല്ലേ, ഒന്നെങ്കിൽ കൊന്നു പറയും. നിങ്ങൾ ആര് വേണമെങ്കിലും ആയിക്കോളൂ, എനിക്കത് പ്രശ്നമല്ല. പക്ഷെ എനിക്കിപ്പോ പോണം. കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? ചായ കാപ്പിയോ? ഒന്നും വേണ്ട. ആദ്യമായിട്ട് വീട്ടിൽ കയറി വന്നിട്ട് ഒന്നും കഴിക്കാതെ പോകുക വെച്ചാൽ ചായയും കാപ്പിയും വേണ്ടെന്നല്ലേ പറഞ്ഞോളൂ. ഊണ് കഴിക്കാം, നല്ല തൂശനിലേ. എന്താ ബുദ്ധിമുട്ടാവോ? ബുദ്ധിമുട്ട് ഇശയുണ്ട്. ഉളിയന്നൂർ തച്ചൻ ഉളി പിടിക്കുമ്പോൾ കൈവിറയ്ക്കോ? ഇല്ല, ഉളി വിറയ്ക്കും. കൊച്ചിന് എന്റെ കൂടെ നടക്കാൻ നാണക്കെടുന്നു. ഏതായാലും നാറുക. പിന്നെ ഒരു നാണം കെട്ടവനിലൂടെ നടക്കുന്നുണ്ടെന്ന്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെടി വെക്കാൻ ഇറങ്ങിയാൽ വെടിച്ചു വേണം, ഇടയിൽ കൊണാരടിക്കുക. എല്ലാരും കൊണ്ട് ഒരുങ്ങി നിൽക്കല്ലേ? അത് തിരക്കണ്ടല്ലോ. ഞാനും അങ്ങനെ ഒന്ന് ആലോചിച്ചു പോയി, പറഞ്ഞുപോയി. തെറ്റ്